അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ കോട്ടൺ തുണിയും പേപ്പർ ക്യാൻവാസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തുണി നമ്മൾ 4 പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് 2 കളർ തുണിയിൽ നിന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാൻവാസും നമ്മൾ 4 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും നീളം എടുത്തിട്ടുള്ളത് 12 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിലുമാണ്. ഇനി ക്യാൻവാസിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ക്യാൻവാസിൻ്റെ ഷൈനിങ് ആയിട്ടുള്ള ഭാഗമാണ് മുകളിലേക്കുള്ളത്. ആ ഒരു ഭാഗത്തേക്കായിട്ട് തുണി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. 2 കളറിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മോൾ ഭാഗത്തൂടെ ആയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തൂട്ടാ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻവാസിൽ തുണി അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ അടുത്ത 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു തുണിയിൽ നമുക്ക് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് എടുക്കാം, സെയിം രീതിയിൽ തന്നെ. അങ്ങനെ നമ്മളിതാ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ നിന്ന് ഒരു പീസ് തുണി എടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം, നല്ല ഭാഗം ഉള്ളിലേക്ക് എന്ന രീതിയിൽ. ഇനി നമുക്ക് 2 അരികു ഭാഗങ്ങളിലും ആയിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി കോർണർ ഭാഗത്തായിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു കോർണർ ഭാഗത്തും 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഇതുപോലൊരു റൗണ്ടിലൂടെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ അടപ്പോ എടുക്കുക. എന്നിട്ട് ഇതാ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു കർവ് ഷേപ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു കോർണർ ഭാഗത്തും സെയിം രീതിയിൽ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ദാ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ദാ ഇതുപോലെ അവിടെ നമുക്കൊരു ഓപ്പൺ സൈഡായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം അരികിലൂടെ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം, മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു രീതിക്ക്. അപ്പോൾ ഇവിടെ ദാ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഭാഗം നമ്മൾ ഓപ്പൺ സൈഡായിട്ടും വെച്ചിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓപ്പൺ സൈഡായിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗത്തൂടെ തുണിയുടെ നല്ല വശം ഇതുപോലെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു പീസ് ഇതാ തുണിയുടെ നല്ല വശം പുറത്തേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം രീതിയിൽ തന്നെ അടുത്ത ഒരെണ്ണവും നമുക്ക് തുണിയുടെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 പീസും നല്ല വശത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ സൈഡായിട്ടുള്ള ഭാഗത്തുനിന്ന് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ അയൺ ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിക്ക് നമ്മൾ 2 പീസും അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പീസ് തുണി നമ്മളിതാ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്നായിട്ട് ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് അടുത്തൊരു സൈഡിൽ ലൈൻ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് അത്രയും ഭാഗം നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് അത്രയും ഭാഗത സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മളിതാ ചെറിയ 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം 3.5 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 3 ഇഞ്ചിലുമാണ്. ഇനി നമുക്ക് ഒരു പീസ് തുണി എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം, നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിക്ക്. അതിനുശേഷം ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കാം. ഇനി നമ്മൾ ഒരു സൈഡിലായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ മാർക്ക് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു കർവ് ഷേപ്പിൽ ഈ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗത്തു നിന്നായിട്ട് ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. 2 സൈഡിൽ നിന്ന് ആ ഒരു തുണി ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി മടക്കി വെച്ചിട്ടുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ, 2 സൈഡിലും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് മാർക്ക് ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മളിത് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ അരികിലൂടെ ആയിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് തുണിയുടെ നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ, ഈ ഒരു രീതിക്ക്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ, അതെടുക്കുക, രണ്ടായിട്ട് ഇതുപോലെ മടക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതാ രണ്ട് സൈഡിലും നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ അടുത്തൊരു പീസ് തുണിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത രീതിക്ക് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിതാ ഒരു സൈഡിൽ നിന്നായിട്ട് ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടുന്ന് നമ്മളിതാ ഉള്ളിലേക്കായിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം, ആ ഒരു ഷേപ്പിൽ. ഇനി അടുത്തതായിട്ട് നമ്മളിതാ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു സൈഡും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഉള്ളിലേക്ക്. ഇനി മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ജോയിൻ്റ് ആക്കിയിട്ട് ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്യാം. ഇനി ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി തുണി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതാ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മളിതാ ഈ ഒരു സൈഡിൽ നിന്നായിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിൽ മാർക്ക് ചെയ്യണം. ഇതാ ഈ ഒരു സൈഡിലും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലൈൻ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള 2 ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള 2 ഭാഗവും ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഉള്ളിലേക്കുള്ളത്. ഇനി നമുക്ക് ഈ തുണി എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ മോൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മളിതാ പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് ശരിക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് വയ്ക്കാം. ഇനി ഒരു സൈഡിൽ നിന്നായിട്ട് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കുക. ഉള്ളിലെ ആ ഒരു തുണിയും ഇതുപോലെ നിവർത്തിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്, ഇതാ ഇതുപോലെ. അതിനുശേഷം മോൾ ഭാഗത്തുനിന്ന് മടക്കാം, ഇതാ ഇതുപോലെ മടക്കി. അതിനുശേഷം പ്രസ് ബട്ടൻ്റെ അടുത്തൊരു ഭാഗം അറ്റാച്ച് ചെയ്യാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് നമുക്ക് പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തും പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി തുണി ഇതാ ഇതുപോലെ തന്നെ ഒന്ന് മടക്കി വെക്കാം. ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന രീതി നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ താഴത്തെ ആ ഒരു ഭാഗം ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരികിലൂടെ. അടുത്തൊരു സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരിക് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം തുണിതാ ഇതുപോലെ തിരിച്ച് വയ്ക്കുക. ഇനി താഴത്തെ ഭാഗത്തായിട്ട് നമ്മളിതാ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെയും നമുക്ക് മാർക്ക് ചെയ്യുന്ന 2 അരിക് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നല്ലൊരു ലേഡീസ് പേഴ്സാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന രീതിയിൽ. ഇതിൽ നമ്മൾ 3 പോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭംഗിയായിട്ടുള്ള പേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഈ വീഡിയോനൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.